മിശേൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മർക്കോസ് യേശുവിന്റെ ജീവിതത്തിലെ പ്രധാന രണ്ട് അത്ഭുതങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആദ്യത്തേത് ജായറോസിന്റെ പുത്രിയെ അവിടുന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീയെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. ഈ രണ്ടാമത്തെ അത്ഭുതത്തിന് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് രണ്ടാമത്തെ അത്ഭുതത്തിൽ ഈ 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന ഈ സ്ത്രീയെ അവിടെ സുഖപ്പെടുത്തുമ്പോൾ അവൾ ഇങ്ങോട്ട് വരികയാണ്. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവളുടെ വിശ്വാസം മൂലമാണ് അവൾ സൗഖ്യം പ്രാപിക്കുന്നത്. അവസാനം കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അപ്പോൾ സമാധാനത്തിൽ പോയിക്കൊള്ളുക. ഇവിടെ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്നത് ക്രിസ്തീയ ജീവിതം എപ്പോഴും നല്ല തീരുമാനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. പല വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ, ഇവിടെ ഒരു ചെറിയ വിശുദ്ധയുടെ ജീവിതം ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാനത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈജിപ്തിലെ വിശുദ്ധ മറിയം എന്നൊരു വിശുദ്ധ നമുക്ക് പരിചിതമായിരിക്കും. അവള് ഏകദേശം 17 വർഷത്തോളം പാപജീവിതം നയിച്ചിരുന്നു. അങ്ങനെ ഇവള് കർത്താവിന്റെ മലയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര പോവുകയാണ്. അപ്പോൾ കപ്പലില് ഇവൾ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരുമായി ഇവൾ പാപപ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. എന്നിട്ട് അവിടെ എത്തുമ്പോൾ കർത്താവിന്റെ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു അദൃശ്യ ശക്തി ഇവളെ തടയുകയാണ്. അപ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നു, ഇത്രയും പാപത്തിൽ ജീവിച്ച തനിക്ക് മാനസാന്തരപ്പെടാതെ ഇതിനകത്ത് പ്രവേശനം സാധ്യമല്ലെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഇവള് ഒരു തീരുമാനം എടുക്കുകയാണ്. അന്ന് ഇവൾ പുറപ്പെട്ടതാണ് മരുഭൂമിയിലേക്ക്. ആ മരുഭൂമിയിലേക്ക് പോകുന്നു. പിന്നെയുള്ള വർഷങ്ങൾ എല്ലാം അവൾ ആ മരുഭൂമിയിൽ ചിലവഴിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവള് ഈജിപ്തിലെ വിശുദ്ധ മറിയം എന്ന് പ്രസിദ്ധയായി. ഇവിടെ ഞാൻ ഈ കഥ പറയാൻ കാരണം എന്ന് പറയുന്നത് അവളെടുത്ത ആ തീരുമാനത്തിന്റെ ശക്തിയാണ്. അവള് എടുത്ത ആ തീരുമാനം എങ്ങനെ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, എങ്ങനെ അവളെ ഒരു വിശുദ്ധയാക്കി മാറ്റി എന്നുള്ളതാണ്. ഇവിടെ രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ എടുത്ത ഒരു തീരുമാനമുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമുള്ളവളാകും. ഉറച്ച ഒരു തീരുമാനം അവള് കൈക്കൊള്ളുകയാണ്. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം കുറച്ചുകൂടെ വിജയപ്രദമായി തീരണമെങ്കിൽ നമുക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം. ഈ സ്ത്രീ, അതായത് 12 വർഷം രക്തസ്രാവം ബാധിച്ചിരുന്ന ആ സ്ത്രീ പിന്നെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? അതെ, പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്. യേശുവിന്റെ പീഡാസനത്തിന്റെ സമയത്ത് ഒരു തൂവാലയുമായി വന്നുകൊണ്ട് അവന്റെ മുഖത്തിലെ ആ ഒരു രക്തത്തുള്ളികളെ തന്റെ തൂവാലയിലേക്കും അതുപോലെ തന്നെ തന്റെ ഹൃദയത്തിലേക്കും ഒപ്പിയെടുക്കുന്ന വെറോനിക്കയായിട്ട് അവൾ മാറിയെന്ന് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെയും അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിന്റെ കുരിശ് വരെ അവള് അവിടുത്തെ അനുഗമിക്കുകയും അവിടുത്തെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോ അവളെടുത്ത ആ തീരുമാനത്തിന്റെ ഫലമാണ് അവൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കാനായിട്ട് കാരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറച്ചുകൂടെ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.